ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നരേന്ദ്രമോദി കേൾക്കുന്നത് പോലെയുള്ള പുഴുക്കുത്തുകളും എതിർപ്പുകളും വിമർശനങ്ങളും ഒരു പക്ഷേ ഒരു ഭരണാധികാരിക്കും ഒരു പഞ്ചായത്ത് മെമ്പറിന് പോലും കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോൾ സ്ത്രീ പീഡകന്മാരായ, ബലാത്സംഗ വീരന്മാരായ, കള്ളക്കടത്തുകാരായ, കള്ളന്മാരും കൊലയാളികളും പീഡകന്മാരും തട്ടിപ്പറിക്കലുകാരും മലദ്വാർ ഗോൾഡുകാരും മയക്കുമരുന്നുകാരും ഇങ്ങനെ അനേകം ആളുകളുണ്ട്, രാജ്യദ്രോഹികളുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ച 17 പേർക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം കൊടുത്തതിനെ സുപ്രീം കോടതി കണ്ണൂരിട്ടി കാണിച്ച് അവർ ചെയ്തത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പോലും നമ്മുടെ സമൂഹത്തിൽ ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല, ഒരു എതിർപ്പുകളും ഉണ്ടാകില്ല. ഇവരെ സംബന്ധിച്ച് ആർക്കും ഒരു നെഗറ്റീവ് അഭിപ്രായം പോലും ഉണ്ടാകില്ല. പക്ഷേ ഈ രാജ്യത്തിന്റെ വികസനത്തിനും ഈ രാജ്യത്തെ കുഞ്ഞുകുട്ടി വലുതടക്കം എല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഓരോ നിയമങ്ങളും ഗുണം ചെയ്യണം. ഈ രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മോദിക്ക് കിട്ടുന്നത് അത്രയും കല്ലേറുകളാണ്. മാമ്പഴം പോലെ തന്നെ, മാവ് പോലെ തന്നെ. മാവ് ഒരിക്കലും നമ്മളോടൊരു പഴുത്ത മാങ്ങയുടെ കഷ്ണം ആവശ്യപ്പെട്ടിട്ടില്ല. ഈ മാവിന് കിട്ടുന്നത് അത്രയും കല്ലേറുകളാണ്. എന്നാലും തണല് കൊടുക്കും, പഴുത്ത പച്ച മാങ്ങയോ മാമ്പഴമോ ഒക്കെ വീഴ്ത്തി കൊടുക്കുകയും ചെയ്യും. മെഴുകുതിരി സ്വയം ഉരുകി ചുറ്റിനുമുള്ളവർക്ക് പ്രകാശം പരത്തുന്നത് പോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഇനി എങ്ങാനും സ്വപ്നത്തിലെങ്കിലും കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കാനായാൽ അന്ന് നമുക്ക് മനസ്സിലാകും നരേന്ദ്രമോദി എന്തായിരുന്നു എന്ന്. 2 കണ്ണുള്ളപ്പോൾ ഒരു കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്നുള്ളത് പോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയ്ക്കൊന്നും പോരാ, നമ്മളില്ല. സർ, ഇത് കളിയല്ല സർ, ഇത് കാര്യമാണ്. അതെ, പക്ഷെ ലൈക്ക് എന്റെ കോസ്റ്റ്യൂമിനെ പറ്റി പറയുമ്പോൾ ഞാൻ അതിനൊരു പേർപ്പസോട് കൂടിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ സർ കേട്ട് കാണും, നമ്മുടെ ഇസ്കോണിന്റെ ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറഞ്ഞ പ്രീസ്റ്റിനെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിഷേധമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആകെ ഈ പത്രികയിൽ വന്ന് കൊണ്ടത് പറയുക. അതേമാതിരി ഒരു ബ്ലാക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഞാനും കറുപ്പിട്ടേനെ. പത്രികയിൽ കറുത്ത ഉടുപ്പിൽ പ്രത്യക്ഷപ്പെടുക. ഒരു പ്രൊട്ടസ്റ്റ് പോലെയാണ് ഞാൻ ഇതിന്റെ ഒരു സെലക്ഷൻ. ഐ അണ്ടർസ്റ്റാൻഡ് ദി പ്രൊട്ടസ്റ്റ്, ബട്ട് വാട്ട് എക്സാക്ട്ലി ആരാണ് ഈ ചിന്മയ് കൃഷ്ണദാസ്? ചിന്മയ് കൃഷ്ണദാസ് ഇസ്കോണിന്റെ ഒരു പ്രീസ്റ്റ് ആണ്. അപ്പോൾ ഹിന്ദുസിന്റെ അഗേൻസ്റ്റ് കുറെ അട്രോസിറ്റീസ്, ഹിന്ദുസ് മാത്രമല്ല പൊതുവെ മൈനോറിറ്റീസിന്റെ അഗേൻസ്റ്റ്, പക്ഷെ മെയിൻലി ഓബ്വിയസ്ലി അവിടെ ഹിന്ദുസ് ആണ് മെയിൻ മൈനോറിറ്റി. അപ്പോൾ അതിന്റെ അഗേൻസ്റ്റ് അറ്റാക്സ് വന്നപ്പോൾ 2 വലിയ പ്രൊട്ടസ്റ്റ്സ് ഓർഗനൈസ് ചെയ്തു. അപ്പൊ ഇതിന്റെ എതിരെ ഓഗസ്റ്റിൽ നടന്ന പ്രൊട്ടസ്റ്റിന്റെ എതിരെ ഇപ്പോൾ ഒരാള് ഫ്ലാഗിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് പറഞ്ഞ കേസ് കൊടുത്തിട്ട് അതിപ്പോ ഗവൺമെന്റ് സെഡിഷൻ കേസ് ആക്കിയിട്ടുണ്ട്. മറ്റേ എന്താ പറയാ, ജയിലില് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണ് എന്ന് ലോകത്ത് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇസ്കോൺ തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞവര് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു. ഇസ്കോൺ ഒരു തീവ്രവാദവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ജനസേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് കൃഷ്ണഭക്തരാണ്. അവരെ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും വിദ്യാഭ്യാസവും വഴിയും ഇത്തരം സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയച്ചിട്ടുണ്ട്, ബെയില് കൊടുത്തിട്ടില്ല. അപ്പോ ഇതിന്റെ ഇടയിൽ ഒരു ഇയാളെ ജയിലിൽ അയക്കണതിന്റെ ഇടയിൽ ഒരു വക്കീലും മരിച്ചിട്ടുണ്ട്. അതും ഗവൺമെന്റ് ഒരു ടോട്ടലി ഡിഫറെന്റ് വേയിലാണ് ട്വിസ്റ്റ് ചെയ്ത് ഇസ്കോൺ തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പൊ ഒട്ടും ശരിയാവുന്നില്ല കാര്യങ്ങൾ അവിടെ പോക്ക്. ഒന്ന്, ചിന്മയ് കൃഷ്ണദാസ് ഒരു വലിയ മാസ് ലീഡറാണ്, ഹിന്ദു ലീഡറാണ്, ബട്ട് അസാമാന്യമായ ജനബിന്ദുവിനുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യോഗങ്ങൾക്ക് ഭയങ്കരമായ ആൾക്കുന്നു, ഇങ്ങനെ ആഹ്വാനം ജനങ്ങൾ ചെവിക്കൊള്ളുന്നു. ഇദ്ദേഹം കാവിക്കൊടിയാണ് ഉയർത്തിയത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കാവിക്കൊടി ഉയർത്തിക്കൂടാ എന്നൊരു നിയമമൊന്നുമില്ല. കാവിക്കൊടി ഉയർത്തുന്നത് ബംഗ്ലാദേശ് പതാകയെ അപമാനിക്കാനുമില്ല, അത് അപമാനിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യനെ അവർ വെച്ചുകൊണ്ടുപോയി പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. പിന്നെ വീണ്ടും സെക്കൻഡ് റൗണ്ട് ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ കൊടുത്തില്ല, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇപ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് ഇസ്കോൺ ഒരു മത തീവ്രവാദ സംഘടനയാണ് എന്നാണ്. ഇപ്പോൾ മലയാളം ചാനലുകൾക്ക് സ്ട്രോൾ പോകുന്നത് മത തീവ്ര സംഘടനയാണ് എന്ന് ബംഗ്ലാദേശ്. ഈ സാധനം ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മലയാളം ചാനലുകൾ അറിഞ്ഞില്ല. പക്ഷെ അങ്ങനെ മത തീവ്രവാദിയാണെന്ന് ബംഗ്ലാദേശ് പറഞ്ഞപ്പോൾ
ഇവര് എല്ലാരും അറിഞ്ഞു. തന്നെയുമല്ല, ബംഗ്ലാദേശില് വലിയ രൂപത്തിലുള്ള ഹിന്ദു വംശഹത്യ നടത്തിയപ്പോൾ ഈ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്രൂവലോട് കൂടിയാണ് ഇസ്കോൺ പോകുന്നത്. മലയാളം ചാനലുകൾക്കും ആ അഭിപ്രായമുണ്ട്. ഡീപ് സ്റ്റേറ്റ് ഒന്നുമല്ല, ഇതൊക്കെ പെരിഫറയിലുള്ളതാണ്. ഞാൻ രണ്ടടി കൊടുത്ത് കഴിഞ്ഞാൽ തീരുന്ന കേസായിരുന്നു. ഡീപ് സ്റ്റേറ്റ് ഒക്കെ ബിഗ് വേൾഡ്. ദിസ് ഇസ് ഓൾ ദ സ്മോൾ nonsense and mischief played by Malayalam media. If I was at the helm of affairs, this would not have been happening. But probably that is why I am not at the helm of affairs. അപ്പോൾ ഇതിങ്ങനെ ഒരു ചുരുക്കോട് കൂടിയാണ് മിസ്ചീഫായിട്ടാണ് അത് കൊടുക്കുന്നത്. ഇപ്പോൾ ഢാക്ക ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജിയും പോയിട്ടുണ്ട്. ഇവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കും ഇസ്കോണിനെ. ഇപ്പോൾ ഇസ്കോൺ ഒരു പൊതുതാൽപര്യ ഹർജിയും പോയിട്ടുണ്ട്. ഇവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കും ഇസ്കോണിനെ. ഇപ്പോൾ ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അതാണ് ഇസ്കോൺ. അവർക്ക് ക്ഷേത്രങ്ങളുണ്ട്, പ്ലസ് പബ്ലിക് ഡിസ്പ്ലേ എന്നുള്ള രീതിക്ക് അവർ നല്ല ഭജന നടത്തും. ഇത്രയും മനോഹരമായ ഭജനയും അതിന്റെ കൂടെയുള്ള നൃത്തവും ഇവരെ കാണാൻ പ്രയാസമാണ്. കൂടുതലും സായിപ്പന്മാരാണ് ഇസ്കോണിൽ. അപ്പോൾ അവർക്ക് അവരുടേതായ ഉച്ചാരണമൊക്കെ ഉണ്ട്. നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന പോലെ അല്ല അവർ പറയുന്നത്. നമ്മൾ ഹരേ ഹരേ എന്ന് പറയുന്നത് ഹാഴേ ഹാഴേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബട്ട് ഒരു രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അവർക്ക് രായ അങ്ങനെ പറയാൻ പറ്റില്ല. സിൻസിയറിറ്റിയും അതിന്റെ മ്യൂസിക്, അതിന്റെ സിംപ്ലിസിറ്റി, അവരുടെ ഡ്രസ്സിന്റെ സിംപ്ലിസിറ്റി, അവരുടെ ക്ഷേത്രങ്ങളിലുണ്ടല്ലോ എന്താ നീറ്റ്നെസ് എന്ന് പറയാം. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഭക്ഷണം കിട്ടുന്ന ക്ഷേത്രം ഇസ്കോണ്ടെ ആയിട്ട് മാറിയത്. ഈ ഹിന്ദുക്കള് ഞാനിടയ്ക്ക് പലപ്പോഴും പൊങ്ങച്ചും പറയും, അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വൈക്കത്ത് നടയടക്കുന്നത്. ഭാഗ്യം ആരും വരാറില്ല, വന്നാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. രാത്രിയിൽ നടയടക്കുന്നുണ്ട്, അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് വിളിച്ച് ഒരാൾ പറയുന്നത് ഞാനുണ്ടേ എന്ന് പറഞ്ഞാൽ നീ കുടുങ്ങും. കാരണം എല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഈ നടയടക്കുന്നത്. ഇസ്കോണിൽ അങ്ങനെയല്ല. അവിടെ അമ്പലം തുറന്നിരിക്കുന്നത് യു വിൽ ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ഈ പറഞ്ഞ പോലെ ചോറ് സാമ്പാർ വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല, ബട്ട് വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും അവിടെ റെഡിയായി. പഞ്ചപാവങ്ങളാണ്. എന്തിനാണ് അവർ ഉപദ്രവിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ബട്ട് ചിന്മയ കൃഷ്ണദാസിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു 6 point ഡിമാൻഡ് ഉണ്ടാക്കി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ധൈര്യമായിട്ട് മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യണം, മൈനോറിറ്റിയെ ഉപദ്രവിച്ചാൽ പോകാനായിട്ട് ഒരു ട്രിബ്യൂണൽ വേണം. സർക്യൂട്ടസ് റൂട്ട് പോലീസ് ഒരു പരാതി കൊടുത്തു, അയാൾ മൊഴിയെടുത്തു, മറ്റേ ചെയ്യുന്നു. ആ റൂട്ടല്ലാതെ നേരിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ട്രിബ്യൂണൽ വേണം. പിന്നെ ഈ കാര്യം ബോൾഡായിട്ട് പറഞ്ഞു. 1951 പാകിസ്ഥാൻ ഉണ്ടാവുന്ന കാലത്ത് 22% ഉണ്ടായിരുന്നു. 1951 സെൻസസ് 22%. ഇപ്പോൾ 7%. ഇതെങ്ങനെ കുറഞ്ഞു? ഇത്രയധികം ജനസംഖ്യ എങ്ങനെ കുറഞ്ഞു എന്ന് ഹിന്ദു സമാജം സ്വയം പരിശോധിക്കുന്നു. ഇതാണ് ചിന്മയുടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ്. ഇതൊക്കെ മുഹമ്മദ് യൂനിസിന് പ്രയാസം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. ഇതെല്ലാം ഫലത്തിൽ മുഹമ്മദ് യൂനിസിന്റെ നേർക്കാണ് പോകുന്നത്. മുഹമ്മദ് യൂനിസ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ് ആണ്. വിച്ച് ഗവൺമെന്റ്? എ നോൺ എക്സിസ്റ്റന്റ് ഗ്രൗണ്ട്. ഒരു ഗവൺമെന്റ് ഇല്ല ബംഗ്ലാദേശ്. മാത്രമല്ല ടെക്നിക്കലി ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോഴും ബംഗ്ലാദേശ്. കോൺസ്റ്റിറ്റ്യൂഷണലി ഷീ സ്റ്റിൽ കണ്ടിന്യൂസ്. മുഹമ്മദ് യൂനിസ് ഞാൻ അഡ്വൈസർ ആണെന്ന് പറയുന്നത് പുള്ളിയാണ് ഭരണം നടത്തുന്നത്. പുള്ളിയുടെ മാത്രം എന്താ നോബൽ സമ്മാനം കിട്ടി. നോബൽ സമ്മാനം എന്തിനു കിട്ടി? ഈ മൈക്രോ ഫിനാൻസ് ചെയ്ത്. ചിട്ടിയല്ല, മൈക്രോ ഫിനാൻസ്. ചിട്ടിയൊക്കെ നടത്തിയ നമ്മുടെ ഗോകുലം ഗോപാലിന്റെ സ്റ്റാറ്റസെങ്കിലും ഉണ്ടെന്ന് പറയുന്നത്. ഇത് അതുപോലും ഇല്ല. SNDP യോഗത്തിന്റെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ട് അദ്ദേഹം ചെയ്തതാണ് ഈ മൈക്രോ ഫിനാൻസ്. ആ സാധനത്തിന് നോബൽ സമ്മാനം കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് 4 നോബൽ സമ്മാനം കൊടുക്കണ്ടേ? ഇതല്ലാതെ വേറെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്തു. ഇത് ലെഫ്റ്റ് ഹാൻഡ് ജോബ് ആയിട്ടാണ് വെള്ളാപ്പള്ളി ചെയ്തത്. സോ വെള്ളാപ്പള്ളിയുടെയോ ഗോകുലം ഗോപാലിന്റെയോ സ്റ്റേച്ചർ പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ച് നോബൽ സമ്മാനം കൊടുത്ത് വലുതാക്കി അവിടത്തെ ഗവൺമെന്റ്. അത് മാത്രമല്ല, ഷെയ്ഖ് ഹസീന എന്ന പവർഫുൾ ലേഡിക്ക് ബംഗ്ലാദേശിനെ ചൂണ്ടുവിരലിൽ നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് ആജ്ഞാ പവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഇടക്കാല അഡ്വൈസറെ കൊണ്ടുവന്നിരുത്തി യൂനിസ് സർക്കാർ. സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ ആള്. എന്ത് കാര്യം? ആയുധങ്ങളുമായി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ജയിലുകളിൽ നിന്നും ഈ അക്രമകാരികൾ ഇറങ്ങി നാട് മുഴുവനും കലാപം അഴിച്ചു വിട്ടപ്പോൾ അവരെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കാത്ത ഭരണകൂടം. ഇന്ത്യൻ ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ് ആണ്. എന്താ പറയുക, ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പിടിക്കുന്നതിന് പകരം നിങ്ങൾ എഫക്റ്റഡ് പാർട്ടിയെ, ഞങ്ങളുടെ ഹിന്ദു പ്രീസ്റ്റ്സിനെ നിങ്ങൾ അകത്തേക്ക് ആക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത് ഒരു നെയ്ബറിംഗ് കൺട്രി ഒരിക്കലും ഇങ്ങനെ പറയണ്ട, ഞങ്ങളുടെ ഇന്റേണൽ മാറ്റേഴ്സ് ആണ്, ഫ്രണ്ട്ലി റിലേഷൻസ്. നേരെ നമ്മുടെ ആൾക്കാരെ അവിടുന്ന് ഹിന്ദുക്കളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ കണ്ട റോഹിംഗ്യ എല്ലാം കയറി താമസിക്കുന്നുണ്ടല്ലോ ലക്ഷക്കണക്കിന്. പിന്നെ അവരെ വന്നാൽ എന്താ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവർ വന്നാൽ ഹിന്ദുവാണ്, ഒന്നുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കയറിയല്ലോ. ആ സമയത്ത് ഇന്ത്യ ചെയ്തത് എന്താ? ഫാസ്റ്റ് വിസ കൊടുത്തിട്ട് അവിടുത്തെ നമ്മുടെ ആൾക്കാരെ മാറ്റി. ഇതൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ അത്ഭുത കൃത്യങ്ങൾ പല സമയത്തും.
നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇടപെടണം, കമ്പാർട്ട്മെന്റ്, there will be consequences. ബംഗ്ലാദേശിൽ ഇടപെട്ടത് അമേരിക്കയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ രക്ഷ ഞാൻ ഉറപ്പുവരുത്തും എന്ന് ട്രംപ് പറഞ്ഞതാണ്. ബട്ട് ട്രംപിന് അധികാരത്തിൽ വരാൻ ജനുവരി 20 ആകും. അതിനു മുമ്പ് മോദി ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എടുത്തതാണ്. പക്ഷെ അതിനു മുമ്പ് ട്രംപ് എന്തെങ്കിലും തരത്തിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള അധികാര പദവി നേടുന്നതിനു മുമ്പ് ബംഗ്ലാദേശിൽ ആ സമയത്ത് ഹിന്ദുക്കൾ ഉണ്ടാകുമോ എന്നത് ചോദ്യമാണ്. മാത്രമല്ല ഇത്തവണ ആക്ഷൻ എടുക്കുന്നത് കാരണം അതാണ്, ട്രംപ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിക്ക് മാത്രമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്യും, ചെയ്യാതിരിക്കില്ല. നന്ദി.